ഇന്നത്തെ വീഡിയോയിൽ SCERT ക്ലാസ് 9 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ നത്തിങ് ട്വൈസ് എന്ന പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻസായി രേഖപ്പെടുത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വിസ്ലാവ ഷിംബോസ്ക നത്തിങ് ട്വൈസ് എന്ന പോയം എഴുതിയിരിക്കുന്നത് നമ്മുടെ വിസ്ലാവ ഷിംബോസ്ക എന്ന പോളിഷ് പോയിറ്റാണ്. 1996 നൊബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ വിന്നറാണ് വിസ്ലാവ ഷിംബോസ്ക. നോട്ടബിൾ വർക്ക്സ് കോളിംഗ് ഔട്ട് ടു യതി, സോൾട്ട്, നോ എൻഡ് ഓഫ് ഫൺ, പീപ്പിൾ ഓൺ എ ബ്രിഡ്ജ്. നത്തിങ് ട്വൈസ് ബൈ വിസ്ലാവ ഷിംബോസ്ക. നമുക്ക് നോക്കാം. Nothing can ever happen twice. In consequence, the sorry fact is that we arrive here improvised and leave without the chance to practice. Nothing can ever happen twice. ഈ ലോകത്ത് ഒരു കാര്യവും ഒന്നിലധികം തവണ അല്ലെങ്കിൽ 2 തവണ സംഭവിക്കുന്നില്ല. In consequence, the sorry fact is that we arrive here improvised. വിഷമകരമായ സത്യം എന്താണെന്നാൽ നമ്മൾ ഈ ലോകത്തേക്ക് വന്നത് ഒരു സ്പോണ്ടേനിയസ് ക്രിയേഷൻ ആയിട്ടാണ്. അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു സൃഷ്ടി എന്ന നിലയിലാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. ആൻഡ് ലീവ് വിത്തൗട്ട് ദ ചാൻസ് ടു പ്രാക്ടീസ്. അതുമാത്രമല്ല, നമ്മൾ ഈ ലോകം വിട്ട് പോകുന്നതും എങ്ങനെയാണ്? പ്രാക്ടീസിനുള്ള മറ്റൊരു ചാൻസ് ഇല്ലാതെയാണ്. ഇവിടെ പോയിട്ട് സൂചിപ്പിക്കുന്ന എന്താണ്? ലൈഫ് എന്ന് പറയുന്നത് ട്വൈസ് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ലൈഫ് ഒരു സിംഗിൾ ചാൻസ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു സഡൻ സ്പോണ്ടേനിയസ് ക്രിയേഷൻ എന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, ഈ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുക, അതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്നൊന്നും നമുക്ക് മുൻപേ ലെസൺസ് ഒന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു പ്രിപ്പറേറ്ററി ക്ലാസ്സോ നമ്മൾ എന്തെങ്കിലും സെഷൻസ് അറ്റൻഡ് ചെയ്തോ ഒന്നുമല്ല ലൈഫിലേക്ക് വരുന്നത്, അല്ലല്ലേ? നമ്മൾ ലൈഫിലൂടെ കാര്യങ്ങൾ ലേൺ ചെയ്യുകയാണ്. മുൻപൊരു റിഹേഴ്സലോ ഒന്നുമില്ല. അതുപോലെ തന്നെ ലൈഫിൽ കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത് വെച്ചിട്ട് ഒരു ചാൻസ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എക്സാംസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? നമുക്കൊരു അറ്റംപ്റ്റ് ക്ലിയർ ആയില്ല, നമ്മൾ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും കൂടെ വെച്ച് നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ്, ഒരു എക്സാം ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും, അല്ലേ? പക്ഷേ അങ്ങനെ ഒരു നെക്സ്റ്റ് അറ്റംപ്റ്റ്, ഒരു നെക്സ്റ്റ് ചാൻസ് ലൈഫിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടില്ല. അതാണ് ഇവിടെ പോയിട്ട് പറഞ്ഞു വെക്കുന്നത്. ലൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിംഗിൾ ചാൻസേ ഉള്ളൂ. നമ്മൾ പ്രിപ്പറേഷനോ റിഹേഴ്സൽസോ ഇല്ലാതെ വരുന്നു. എന്നിട്ട് നമ്മൾ ലൈഫിൽ നിന്ന് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. ഈ ലേൺ ചെയ്ത കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു സെക്കൻഡ് ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ആ സെക്കൻഡ് ചാൻസ് നമുക്ക് അവൈലബിൾ അല്ല. നമുക്കൊരു നെക്സ്റ്റ് അറ്റംപ്റ്റ് ഇല്ല. ലൈഫ് ഒറ്റ ചാൻസേ ഉള്ളൂ എന്നാണ് ഈ ഫസ്റ്റ് സ്റ്റാൻസിയിൽ പറഞ്ഞു വെക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. Even if there is no one dumber, if you are the planet's biggest dunce, you can't repeat the class in summer. This course is only offered once. നോക്കാം. Even if there is no one dumber, if you are the planet's biggest dunce. അപ്പോൾ മറ്റൊരു അൺഇൻ്റലിജൻറ്റ് പേഴ്സൺ, അതായത് ഈ ലോകത്തിൽ അൺഇൻ്റലിജൻ്റ് ആയിട്ട്, ബുദ്ധിശൂന്യനായിട്ട് ആരുമില്ലെങ്കിലും നിങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും സ്റ്റുപ്പിഡ് പേഴ്സൺ, മണ്ടനായ ആളെന്ന് വിചാരിച്ചാലും യു ക്യാൻറ്റ് റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. അങ്ങനെയൊക്കെ ആയാലും, അതായത് നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു അറ്റംപ്റ്റ് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒരു ചാൻസ് കൂടി വേണ്ടത് എന്ന സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്ലാസ് സമ്മറിൽ റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈഫാണ്. അപ്പം നിങ്ങൾ മാത്രമാണ് ഈ ലോകത്തിലെ ഏറ്റവും മണ്ടത്തരങ്ങൾ ചെയ്ത വ്യക്തി എന്ന് വിചാരിച്ചാലും, ഇതൊക്കെ കറക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിലും, അങ്ങനെയൊക്കെ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും സമ്മറിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ലൈഫിൻ്റെ കേസിൽ നമുക്ക് ഇല്ല എന്നാണ് പറയുന്നത്. ദിസ് കോഴ്സ് ഇസ് ഓൺലി ഓഫേർഡ് വൺസ്. ഈ കോഴ്സ് ഒരിക്കൽ മാത്രമേ ആളുകൾക്ക് ഓഫർ ചെയ്യുകയുള്ളൂ. അതായത് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രമേ ഓഫർ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഒരിക്കൽ മാത്രമേ ഒരു മനുഷ്യന് കിട്ടുകയുള്ളൂ. ആ ഒരു തവണ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരു ചാൻസ് അവൈലബിൾ അല്ല. അപ്പോൾ അത് എന്തൊക്കെ റീസൺസ് പറഞ്ഞാലും, എനിക്ക് മാത്രം ഇത് സാധിച്ചില്ല, ഈ ഒറ്റ ചാൻസിൽ
അപ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിശൂന്യനായതുകൊണ്ട് നടന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ചാൻസ് പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അടുത്തൊരു ചാൻസ് പോലും ലൈഫിൽ കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നതും ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നതും ഒക്കെ എന്താണ്, ലൈഫിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ. No day copies yesterday. No two nights will teach what bliss is in precisely the same way with precisely the same kisses. നോക്കാം. No day copies yesterday. ഒരു ദിവസവും ഇന്നലെയുടെ പകർപ്പല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണോ ഇന്ന്? അല്ല. എന്താണ്, ഇന്നലെയുടെ കോപ്പി അല്ല ഇന്ന്. ഓരോ ദിവസവും എന്താണ്, വ്യത്യസ്തമാണ്. ഓരോ ദിവസവും വ്യത്യസ്തമാണ്. No two nights will teach what bliss is in precisely the same way. അതുപോലെ തന്നെയാണ് രാത്രികളും. എന്താണ്, ഒരിക്കലും രണ്ട് രാത്രികൾ ഒരുപോലെ എന്താണ് ഒരേ രീതിയിൽ സന്തോഷം ഉണ്ടായവയായിരിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് പ്രിസൈസ്ലി ദ സെയിം വേ, എന്താണ്, സൂക്ഷ്മമായിട്ട് എക്സാക്ട്ലി ഒരേപോലെ സന്തോഷത്തെ ഉണ്ടാക്കിയ രാത്രികളായിരിക്കില്ല രണ്ട് രാത്രികൾ എന്നാണ് പറയുന്നത്. വിത്ത് പ്രിസൈസ്ലി ദ സെയിം കിസ്സസ്, എന്താണ്, ഒരേ തരം ചുംബനങ്ങൾ കൊണ്ട് സന്തോഷമുണ്ടാക്കിയ രാത്രികളായിരിക്കില്ല ഒരിക്കലും രണ്ട് രാത്രികൾ എന്നാണ് പറയുന്നത്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ദിവസവും മറ്റൊരു ദിവസത്തിൻ്റെ കോപ്പിയല്ല, ഒരു രാത്രിയും മറ്റൊരു രാത്രിയുടെ കോപ്പിയല്ല. ഒരു രാത്രി നമുക്ക് സന്തോഷമായിരുന്നു, അപ്പോൾ ആ സന്തോഷം നമുക്ക് തന്ന, അന്ന് ആ രാത്രിയിൽ സന്തോഷം തന്ന ചുംബനങ്ങളും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം മറ്റൊരു രാത്രി നമുക്ക് സന്തോഷമുണ്ടായെങ്കിലും അതേ ചുംബനങ്ങളോ അതേ സ്നേഹവും ഒന്നും ആയിരിക്കില്ല ആ രാത്രിയിലുള്ളത്. എല്ലാം എന്താണ്, വ്യത്യസ്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു രാത്രിയും മറ്റൊരു രാത്രിയോട് ഈക്വൽ അല്ല, ഒരു ഡേയും മറ്റൊരു ഡേയോട് ഈക്വൽ അല്ല എന്നാണ് പറയുന്നത്. എവ്രിതിങ് ഈസ് ഡിഫറെൻറ്റ്. ഈച്ച് ഡേ ഈസ് യുണീക്ക്, ഈച്ച് നൈറ്റ് ഈസ് യുണീക്ക്, ഈച്ച് ബ്ലിസ്ഫുൾ മൊമെൻറ്റ് ഈസ് യുണീക്ക്. അപ്പം സന്തോഷകരമായ ഓരോ മൊമെൻറ്റ് പോലും എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു പ്രത്യേക കാര്യത്തിന് നമ്മൾ സന്തോഷിച്ചു, ഇന്ന് സന്തോഷിച്ചു. ഒരു പക്ഷെ അതേ കാര്യം നാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അതേ ഇൻറ്റൻസിറ്റിയിൽ അതേപോലെയുള്ള തീവ്രതയിലായിരിക്കണമെന്നില്ല, അല്ലേ? അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും എന്താണ്, മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു സ്വഭാവമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്നും ഒന്നിൻ്റെ കോപ്പി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസവും ഒരു രാത്രിയും മറ്റൊന്നിൻ്റെ കോപ്പിയല്ല. One day, perhaps some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. നോക്കാം. One day, perhaps some idle tongue mentions your name by accident. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഐഡിൽ ടങ്, മടിയനായ ഒരു നാവ് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേര് അവിചാരിതമായിട്ട് ഇങ്ങനെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചേക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് മധുരമായി സംസാരിച്ചേക്കാം. എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കൂ. ഐ ഫീൽ ആസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് ഇൻ ടു ദ റൂം, ഓൾ ഹ്യൂ ആൻഡ് സെൻറ്റ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെ മധുരമായിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ പറഞ്ഞേക്കാം ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ. ഒരു മുറിയിലേക്ക് ഒരു റോസാപുഷ്പം എറിഞ്ഞ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മണവും ഒക്കെ പോലെ നിങ്ങളെ എനിക്ക് തോന്നുന്നു എന്ന്. അതായത് ഒരു റോസാപുഷ്പം പോലെ നിങ്ങൾ മനോഹരമാണെന്നും സൗരഭ്യമുള്ളതാണെന്നും ഒക്കെ നിങ്ങളെക്കുറിച്ച് ഒരാൾ ഒരു ദിവസം ഇങ്ങനെ പുകഴ്ത്തി പറയാം. ഒരു ലേസി ടങ്, മടിയനായ ഒരു നാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൊതുവേ മനുഷ്യർക്ക് മറ്റുള്ളവരെ നന്മ പറയാനും അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ മടിയാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നും ഉണ്ടാവില്ല ഈ ഒരു പ്രൈസ് എന്നുള്ളൊരു സൂചനയൊക്കെ ആ ലേസി ടങ്, ഐഡിൽ ടങ് എന്ന ആ ഒരു പ്രയോഗത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ദിവസം ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ മധുരമായിട്ട് പറഞ്ഞേക്കാം. നിങ്ങളിങ്ങനെ മുറിയിലേക്ക് എറിഞ്ഞ ആ റോസാപുഷ്പം പോലെ മനോഹരമായ ഷെയ്ഡ്, മനോഹരമായ കളറും അതുപോലെ മനോഹരമായ സെൻറ്റുമുള്ള ഒരാളാണെന്ന് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞേക്കാം ഒരു ദിവസം. നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. The next day, though you are here with me, I can't help looking at the clock. A rose. What could that be? Is it a flower or a rock? പക്ഷെ നോക്കൂ, the next day, though you are here with me, എന്നാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിലും I can't help looking at the clock. എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും, a rose. എന്ത്, റോസാപുഷ്പമോ? What could that be? അതെന്താണ്? Is it a flower or a rock? അതൊരു പൂവാണോ, അല്ലെങ്കിൽ അതൊരു പുഷ്പമാണോ, അല്ലെങ്കിൽ കല്ലാണോ എന്ന് ഞാൻ ചോദിച്ചേക്കാം.
തൊട്ട് തലേ ദിവസം എന്താണ് അതിൻ്റെ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ കാണാനുള്ള മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ സ്മെല്ലിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് നമ്മളെ അതിനോടൊക്കെ കമ്പയർ ചെയ്ത് നമ്മളും അത്രയും ഭംഗിയുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് പിറ്റേ ദിവസം പറയുന്നത് അതെന്താണെന്ന് പോലും ഓർക്കാത്ത രീതിയിലേക്ക് ആ വർണ്ണിച്ച ആൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്ന അത് പുഷ്പമാണോ റോക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തലേ ദിവസം അത്രയും ഭംഗിയുള്ളതായി കരുതിയ വ്യക്തിയെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അത്രയും ആ സ്നേഹമൊക്കെ അവിടെ ഒരു സ്നേഹമൊക്കെ ഇല്ലാതായി എന്നുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ക്ലോക്ക് എന്ന് പറയുന്ന വേർഡ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ നോക്കാം, ആ സമയത്തിൻ്റെ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ജീവിതം ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇന്നലെ നമ്മളെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ വാനോളം ഉയർത്തി പറയുകയും ഒക്കെ ചെയ്ത ആളുകൾ തന്നെ പിറ്റേ ദിവസം നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ അറിയാത്തവരെ പോലെ ആയിപ്പോകാം അല്ലേ? ഇപ്പം സമയം പോകുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് അവർക്ക് നമ്മൾ അപരിചിതരാകാം, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഭംഗിയില്ലാത്തവരായി മാറാം. ഇതൊക്കെ കാലത്തിൻ്റെ ചില വികൃതികളാണ് എന്ന രീതിയിലാണ് പോയിന്റ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ റോസ് എന്ന് പറയുന്നത് ഇവിടെ റോസ് യൂഷ്വലി നമ്മളൊരു ലവിൻ്റെ പ്രതീകമായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഇതിനെ മനസ്സിലാക്കാം. അപ്പം ഇന്നലെ ഒരു ലവേഴ്സ് ആയിരുന്ന ആളുകൾക്ക് പോലും പിറ്റേ ദിവസത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ ആ ലവ് പോലും മറന്നു പോകുന്നു. അത്രയും മാറ്റങ്ങൾ വരുന്നു. കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ചിന്തകളിലും അവൻ്റെ രീതികളിലും എല്ലാം വലിയ ചേഞ്ചസ് വരുന്നു, ട്രാൻസ്ഫോർമേഷൻസ് വരുന്നു. അപ്പോൾ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദിവസവും മറ്റൊരു ദിവസത്തിൻ്റെ കോപ്പിയല്ല. അപ്പം ഇന്നലെ എന്നെ പുകഴ്ത്തി എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് നാളെ അവർ എൻ്റെ കൂടെ ഉണ്ടാകണമെന്നോ സ്നേഹിക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല അല്ലേ? കാരണം ഇന്നലെ സംഭവിച്ചത് തന്നെ ഇന്ന് സംഭവിക്കണമെന്ന് യാതൊരു ഉറപ്പും നമ്മുടെ ഈ ലൈഫിൽ ഇല്ല. നോക്കാം, why do we treat the fleeting day with so much needless fear and sorrow? It's in its nature not to stay. Today is always gone tomorrow. നോക്കാം, why do we treat the fleeting day with so much needless fear and sorrow? അപ്പോൾ ഇത്ര മാത്രം ഷോർട്ട് സമയത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മുൻപ് കണ്ടു ഇപ്പം നമുക്കൊരു ലവ് എന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരാളോട് വാത്സല്യമുണ്ട്. ഇതെല്ലാം വളരെ ഷോർട്ടായിട്ടുള്ള ടൈം പീരീഡിൽ മാത്രം ചിലപ്പോൾ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ദിവസങ്ങളും എന്തുപോലെയാണ്? ഇതുപോലെ ഫ്ലീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലാസ്റ്റിംഗ് ഫോർ എ ഷോർട്ട് ടൈം, വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഈ ലൈഫിലെ ദിവസങ്ങളും അല്ലെങ്കിൽ ലൈഫിലെ പല ഈവൻസും എല്ലാം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നിൽക്കുന്ന ഈ ദിവസം, ഒരു ദിവസം ഒരു 24 hours ഉള്ളൂ. അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ്, അത് മറ്റതിൻ്റെ കോപ്പിയുമല്ല. അപ്പം അങ്ങനെയുള്ള ഈ കുറഞ്ഞ സമയത്തേക്ക് മാത്രം നിൽക്കുന്ന ഒരു ഡേയെക്കുറിച്ച്, ഒരു ദിവസത്തെ പ്രതി നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് പേടിയും അല്ലെങ്കിൽ ദുഃഖവും ഒക്കെ കൊണ്ടു നടക്കേണ്ടതുണ്ടോ എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ എനിക്ക് ദുഃഖമാണ്. ഈ ദുഃഖം എന്ന് പറയുന്നത് ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ? ഈ ഒരു ദിവസത്തിൻ കൊണ്ട് അത് ചിലപ്പോൾ കഴിഞ്ഞു പോകും. പക്ഷെ ഞാൻ അതും കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മറ്റൊരു ദിവസം നാളെ വരുമ്പോൾ വേറെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് മാറുന്ന ഈ സ്വഭാവമാണ് ദിവസങ്ങൾക്കുള്ളത്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് മാറുന്ന സ്വഭാവമുള്ള ദിവസങ്ങളെ പ്രതി നമ്മളിങ്ങനെ ആകുലപ്പെടുകയും വിഷമിച്ചിരിക്കുകയും പേടിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് പോയിട്ട് ചോദിക്കുന്നത്. ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. അപ്പോൾ ഈ ദിവസങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്വഭാവം തന്നെ നോട്ട് ടു സ്റ്റേ എന്നാണ്. അതായത് അത് കുറച്ച് സമയം നിൽക്കുകയുള്ളൂ എന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ? 24 hours ഒരു ദിവസമുള്ളൂ. അതിനപ്പുറത്തേക്ക് അത് നോട്ട് ടു സ്റ്റേ ആണ്. 24 hour കഴിഞ്ഞാൽ ആ ദിവസം നിൽക്കില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അതതിൻ്റെ നേച്ചർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമോറോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് എപ്പോഴും ഇന്ന് നാളേക്ക് വഴി മാറുന്നൊരു സംഗതിയാണ്. ടുമോറോ വന്നു കഴിയുമ്പോൾ മാറിപ്പോകാനുള്ളത് മാത്രമാണ് ഈ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസത്തെ പ്രതി നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് പോയിട്ട് ചോദിക്കുന്നു. With smiles and kisses we prefer to seek a chord beneath our star. Although we are different, we conquer just as 2 drops of water are. നോക്കാം, with smiles and kisses we prefer to seek a chord beneath our star.
അപ്പോൾ ഈ വലിയ സ്റ്റാറിൻ്റെ കീഴിൽ, അതായത് സൂര്യൻ്റെ കീഴിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ഈ സൂര്യൻ്റെ കീഴിൽ എന്ന് പറയുമ്പോൾ ഭൂമി. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? എല്ലാ മനുഷ്യരും ഒരു എഗ്രിമെൻറ്റിൽ പോകാൻ വേണ്ടി, എല്ലാവരും ഒരു ഹാർമണിയിൽ, എല്ലാവരും പരസ്പരം മനസ്സിലാക്കി ഓക്കെ നമുക്ക് ഒത്തുപോകാം, ആ ഒരു ഐഡിയയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി, ഒരുമിച്ച് പോകാൻ വേണ്ടി, ആ എഗ്രിമെൻറ്റിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളതിനു വേണ്ടി പരസ്പരം പുഞ്ചിരികൾ കൈമാറുന്നു, കിസ്സസ് കൈമാറുന്നു. നമ്മളെല്ലാവരും ആഫ്റ്റർ ഓൾ അന്വേഷിക്കുന്ന എന്താണ്? ഈ ഒരു ലോകത്ത് എല്ലാവരും ഇങ്ങനെ പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ ഒത്തുപോവുക എന്നൊരു കാര്യമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഓൾദോ വി ആർ ഡിഫറെൻറ്റ് വി കൺകർ. അപ്പം നമ്മളെല്ലാവരും പക്ഷെ എന്താണ്? ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരും വ്യത്യസ്തരാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ജസ്റ്റ് as 2 drops of water are. അപ്പോൾ എന്തുപോലെ വ്യത്യസ്തരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 2 വെള്ളത്തുള്ളികൾ പോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ഓഷ്യൻ്റെ ചിത്രം മനസ്സിലാക്കി കൊണ്ടുവരിക. അപ്പം ലെറ്റ്സ് ഇമാജിൻ ഓഷ്യൻ. അപ്പോൾ ഓഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? കുറേയധികം വാട്ടർ ഡ്രോപ്സ് ചേർന്നിട്ടാണ് ഓഷ്യൻ ഉള്ളത്. പക്ഷേ ഈച്ച് ഓഫ് ദീസ് വാട്ടർ ഡ്രോപ്സ് ആർ യുണീക്ക്. അപ്പോൾ ഓരോ വാട്ടർ ഡ്രോപ്സും എന്താണ്? പക്ഷേ യുണീക്കാണ് അല്ലേ? അപ്പോൾ ഈ എൻറ്റയർ വേൾഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ്? ധാരാളം മനുഷ്യരുണ്ട്. ഈ ധാരാളം മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ വിവിധ ലിവിങ് ബീയിങ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പരസ്പരം എന്താണ്? യുണീക്കാണ്. അപ്പോൾ ഇതെല്ലാം യുണീക്കായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം എന്താണ്? പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ, പരസ്പരം എന്താണ്? ഒരു ഒത്തു പോവാമെന്നുള്ള ആ ഒരു ഉടമ്പടിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരസ്പരം നമ്മുടെ ഇൻ്ററാക്ഷൻസ് നടത്തുന്നു, പലതരത്തിലുള്ള ഇൻ്ററാക്ഷൻസ് നടത്തുന്നു. ആ ഇൻ്ററാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൽ സ്മൈൽസ് വരുന്നു, കിസ്സസ് വരുന്നു. അതിൽ ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഒന്നും വരാതെ നമ്മളതിനെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ആ ഡേയ്സും നൈറ്റ്സും അല്ലെങ്കിൽ ഈ ലൈഫ് ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പോയിട്ട് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾ ഓഫ് ഹ്യൂമാനിറ്റിയെ തന്നെ ഓരോരുത്തരും ഡിഫറെൻ്റ് ആയ ഇൻഡിവിജ്വൽസ് ആണ് എന്നൊരു കാര്യം കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. വി ഹ്യൂമൻസ് ഓൾ ആർ യുണീക്ക്. നമ്മൾ ഓരോ ഹ്യൂമൻസും യുണീക്കാണ്. ഈ യുണീക്കായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ ഒരുമിച്ച് പോവാൻ വേണ്ടി നമ്മുടെ സ്മൈൽസും അതുപോലെ കിസസ്, അതായത് സ്മൈൽസും കിസസും ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലവിനെ തന്നെയാണ് അല്ലേ? അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ ഒരു നൂലുകൊണ്ട് പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ ഇങ്ങനെ ഒത്തുപോവാൻ വേണ്ടി, പരസ്പരം ബോണ്ട് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ജസ്റ്റ് ലൈക്ക് വാട്ടർ ഡ്രോപ്സ് ഇൻ ആൻ ഓഷ്യൻ. അപ്പോൾ എന്തിനെ പോലെ? ഓഷ്യനിലെ വാട്ടർ ഡ്രോപ്സിനെ പോലെ ഇങ്ങനെ ഒരു പരസ്പരം ഒരു എഗ്രിമെൻറ്റിൽ ബോണ്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ലൈഫിനെ കുറിച്ച്, ലൈഫിൻ്റെ ആ ഒരു ബ്യൂട്ടി തന്നെ, മെജസ്റ്റി തന്നെയാണ് ഇവിടെ ആക്ച്വലി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. ലൈഫിനെ കുറിച്ചും അതുപോലെ ലൈഫിൻ്റെയും ആ ഒരു നേച്ചറിനെ കുറിച്ചുമൊക്കെയാണ്. ലൈഫിൻ്റെ നേച്ചറിനെ കുറിച്ച്, അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ കുറിച്ച്, ഈ ഡിഫറൻസിൻ്റെ ഇടയിലും എങ്ങനെ നമ്മൾ ഒന്നായിട്ട് നിൽക്കുന്നു എന്നൊക്കെയാണ് ഈ പോയത്തിലൂടെ പോയിട്ട് കൺവേ ചെയ്യുന്നത്. അപ്പോൾ പോയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതൊരു ഫിലോസോഫിക്കൽ പോയമാണ് അല്ലേ? തത്വചിന്താപരമായിട്ടുള്ളൊരു പോയമാണ്. അതുകൊണ്ട് തന്നെ പോയം നമ്മൾ എത്രയധികം വായിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ മീനിങ്സ് ഡിഗ് ചെയ്തെടുക്കാൻ പറ്റും, എക്സ്കവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പോയമാണ്. അപ്പോൾ ഷിംബോസ്കയുടെ പോയംസിൻ്റെ ആ ഒരു ഫീച്ചർ ഇതിനകത്തുമുണ്ട്. നമുക്ക് കുറേ ഡീപ്പ് ലെയേഴ്സ് ഓഫ് മീനിങ്സ് ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിലും നമുക്കറിയാം പോയിട്രി എന്ന് പറയുന്നത് എന്താണ്? പോയിട്രിയുടെ മീനിങ് എപ്പോഴും അത് വായിക്കുന്ന ആൾ അതിനെ എങ്ങനെ റിലേറ്റ് ചെയ്തെടുക്കുന്നു, ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നതിനനുസരിച്ചിട്ടാണ് പോയിട്രിയുടെ മീനിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പലതവണ പോയം വായിച്ചു നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മീനിങ്സിലേക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫിലോസഫിക്കൽ പോയമാണ്. അതുകൊണ്ടാണ് പോയത്തിന് ആ ഒരു എളുപ്പത്തിൽ അങ്ങനെ ഓടിച്ചു വിട്ടാൽ മനസ്സിലാവുന്ന ഒരു നേച്ചർ അല്ല അല്ലേ? അപ്പോൾ അത് നിങ്ങൾ കുറച്ചധികം തവണ വായിക്കുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.